എന്താണ് പ്ലേജറിസം? പ്ലേജറിസം എന്ന് വെച്ചാൽ അക്കാദമിക് റൈറ്റിങ്ങിൽ നമുക്ക് പറയാവുന്നത് മോഷണം എന്നാണ്. മറ്റൊരാളുടെ വർക്ക് നമ്മൾ നമ്മുടേതായിട്ട് പബ്ലിഷ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ വർക്കാണെന്ന് അവകാശപ്പെടുമ്പോഴോ അതിനെ പ്ലേജറിസം എന്ന് നമ്മൾ വിളിക്കും. എങ്ങനെ നമുക്ക് പ്ലേജറിസം ഒഴിവാക്കാനായിട്ട് സാധിക്കും? പ്ലേജറിസം ഒഴിവാക്കാനായിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഒന്ന്, പാരഫ്രൈസ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾ ആരുടെ വർക്കാണോ എടുത്തത് അയാൾക്ക് റെഫറൻസ് അല്ലെങ്കിൽ സൈറ്റേഷൻ കൊടുക്കണം. ഇത് രണ്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പ്ലേജറിസം ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എങ്ങനെ പാരഫ്രൈസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. എന്താണ് പാരഫ്രൈസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ നമ്മുടെ അത് എടുക്കുമ്പോൾ അയാളുടെ ഒറിജിനൽ ഐഡിയ മാറാതെ തന്നെ നമ്മൾ നമ്മുടെ ഭാഷയിൽ അത് എഴുതി വെക്കുകയും അയാൾക്ക് കറക്റ്റായിട്ട് സൈറ്റേഷൻ കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് പാരഫ്രൈസിങ് കംപ്ലീറ്റ് ആവുന്നത്. ഇനി നമുക്ക് പാരഫ്രൈസിങ് ചെയ്യുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട കുറച്ച് സ്റ്റെപ്പുകളെ പറ്റി സംസാരിക്കാം. പാരഫ്രൈസിംഗ് എന്ന് പറയുന്നത് ഒരു സ്കില്ല് തന്നെയാണ്. കുറച്ച് നാൾ പ്രാക്ടീസ് ചെയ്ത് മാത്രമേ നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പാരഫ്രൈസ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാരഫ്രൈസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പാരഫ്രൈസിങ് ചെയ്യാൻ പോണത്, അതായത് ഏത് വിഷയത്തെ പറ്റിയാണ്, എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകണമെന്നുള്ളൊരു ഐഡിയ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം മാത്രമാണ് നമ്മൾ ഇതിന് വേണ്ട ലിറ്ററേച്ചർ, എന്ത് ലിറ്ററേച്ചറാണ് നമ്മൾ വേണ്ടതെന്ന് കണ്ടെത്താനും ഒക്കെ ഉള്ള ശ്രമം. അപ്പൊ ആദ്യത്തെ സംഭവം ഒരു ഗോൾ സെറ്റ് ചെയ്യുക. നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്, അതായത് ഗോൾ സെറ്റ് ചെയ്യുക എന്ന് പറയുന്ന സ്റ്റെപ്പിന്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു ക്ലിയർ ഐഡിയ ഉണ്ടാവും. നമുക്ക് എന്തിനെ കുറിച്ചാണ് നമ്മൾ വായിക്കേണ്ടത്, എന്ത് ടോപ്പിക്കുകളാണ് അല്ലെങ്കിൽ എന്ത് സബ്ജക്റ്റ് ആണ് നമ്മൾ നോക്കേണ്ടത് എന്നൊക്കെ ഉള്ള ഒരു ക്ലിയർ ഐഡിയ ഉണ്ടാവും. പിന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾ വായിക്കുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും ഒരു വിഷയത്തിൽ നിന്ന് മറ്റൊരു വിഷയത്തിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഗോൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ, നമുക്ക് ആ പർപ്പസും സംഭവങ്ങളും എല്ലാം ക്ലിയർ ആയിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് വേറെ റീഡിങ്ങുകളിലേക്ക് പോകാണ്ടിരിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നതും. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ഗോൾ സെറ്റ് ചെയ്ത ആ റീഡിങ് മെറ്റീരിയൽ ഐഡന്റിഫൈ ചെയ്യുന്നു. നമ്മുടെ പർപ്പസിന് പറ്റിയതും നമ്മുടെ എന്ത് ഗോളിന് വേണ്ടിയിട്ടാണുള്ളത് വിചാരിച്ചുള്ള സെലക്ട് ചെയ്തിട്ടുള്ള ഈ ലിറ്ററേച്ചറുകൾ ഐഡന്റിഫൈ ചെയ്ത് അതിൻ്റെ റീഡിങ് മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് നമ്മൾ റീഡ് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ റീഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നത്, നമുക്ക് മനസ്സിലാവുന്ന സമയം വരെയും നമ്മൾ റീഡ് ചെയ്യുക. ചില ഓതേഴ്സ് ഉണ്ടാവും, ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സെൻറ്റൻസുകൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ അക്കാദമിക് റൈറ്റിംഗ് പൊതുവേ നമുക്ക് അത്ര സിമ്പിളായിട്ട് നമുക്ക് തോന്നണമെന്നില്ല. അപ്പോൾ എത്രമാത്രം വായിച്ചാലാണ് നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാമല്ലോ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്ന അത്രയും സമയമെടുത്ത് ഓരോ പാസേജ് ആണെങ്കിലും വായിക്കാൻ ശ്രമിക്കുക. ഞാൻ പറയുന്നത് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും എനിക്ക് സംഭവിക്കാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പാസേജോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് വായിക്കാൻ തുടങ്ങും. പക്ഷെ വായിച്ച് തുടങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു പാസേജ് മാത്രമായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. എൻ്റെ സജഷൻ, ഞാൻ എപ്പോഴും അതിനുവേണ്ടി എഫേർട്ട് എടുക്കാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചെറിയൊരു പാസേജിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അതിൻ്റെ അപ്പുറവും ഇപ്പുറവും ഉള്ള കാര്യങ്ങളെ കുറച്ചും കൂടി കൂടുതലായിട്ട് വായിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ലൊരു ഐഡിയ കിട്ടും. കാരണം ചില സമയത്ത് നമ്മളൊരു ചെറിയ പാസേജ് മാത്രം ഫോക്കസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് എപ്പോഴും സംഭവിക്കാറുള്ളതെന്ന് വെച്ചാൽ, നമുക്ക് ഒരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് കിട്ടാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫോക്കസ് ചെയ്ത ഒരു പാസേജ് മാത്രം നോക്കാതെ അതിൻ്റെ ഒരു ഔട്ട്സ്കേർട്ടിലുള്ള കാര്യങ്ങളും കൂടി നോക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമുക്ക് നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് പാരഫ്രൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതേപോലെ തന്നെ നമ്മൾ റീഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് വായിക്കുക എന്ന് മാത്രമല്ല, റീഡിങ്ങിൻ്റെ ഭാഗം തന്നെയായിട്ട് ഞാൻ കൺസിഡർ ചെയ്യാറുള്ള ഒരു കാര്യമാണ് നോട്ട് ടേക്കിംഗ്. അപ്പോൾ നമ്മൾ വായിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നോട്ടുകൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. നോട്ടുകൾ എടുക്കാൻ നമുക്ക് പല രീതിയിൽ ചെയ്യാം. നമുക്കൊരു സെപ്പറേറ്റ് നോട്ട്ബുക്ക് എടുത്ത് വെച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് ഹൈലൈറ്റർ ഉപയോഗിക്കാൻ പറ്റുന്ന സമയത്താണെങ്കിൽ പല കളറുകളിലുള്ള ഹൈലൈറ്ററുകൾ ഉപയോഗിച്ച് പല രീതിയിൽ നമുക്കൊരു ഹൈലൈറ്റ് ചെയ്ത് വെക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. അപ്പം മേജർ പോയിന്റ്സ് സംഭവങ്ങളും എല്ലാം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് തുടങ്ങും. അല്ലെങ്കിൽ നമുക്ക് സ്റ്റിക്കി നോട്ടുകൾ ഉപയോഗിക്കാം. പല കളറിലുള്ള സ്റ്റിക്കി നോട്ടുകളൊക്കെ എടുത്ത് അതൊക്കെ നമ്മളെ ലേണിങ്ങിന് ഒരുപാട് ഹെൽപ്ഫുള്ളായിരിക്കും എന്നാണ് പല പഠനങ്ങളും നമുക്ക് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ കാര്യം, ആദ്യത്തെ ഗോൾ സെറ്റ് ചെയ്തു, രണ്ടാമത് നമ്മൾ വായിക്കാൻ തുടങ്ങുന്നു. വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് മനസ്സിലാവുന്ന അത്രയും നേരം വായിക്കുക. അതേപോലെ തന്നെ വായനയുടെ ഒപ്പം തന്നെയുള്ള ഒരു കാര്യമാണ് നോട്ട് ടേക്കിംഗ് എന്നുള്ളത്. നോട്ട് ടേക്കിംഗ് രണ്ടും കൂടി ഒരുമിച്ച് നടന്നു പോയാലാണ് റീഡിങ് എത്രമാത്രം നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും നന്നായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതിനുശേഷം നമ്മൾ സ്റ്റെപ്പ് 3യിലേക്ക് പോകാൻ പറ്റും. സ്റ്റെപ്പ് 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ,
നമ്മൾ ഈ റീഡിങ്ങിൻ്റെ ഒപ്പം തന്നെ വേണമെങ്കിൽ ചെയ്തു തുടങ്ങാം. അത് ഓരോരുത്തരുടെ കംഫർട്ട് അനുസരിച്ച് നമ്മൾ ചെയ്യണം. ഞാൻ പറഞ്ഞു നോട്ട് ടേക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വായിക്കുന്നതിൽ ഉള്ള മേജർ തീംസ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ മെയിൻ കീവേഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് അതൊരു സെപ്പറേറ്റ് ഒരു വേർഡ് ഡോക്യുമെൻറ്റിലോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ ഐപാഡിലോ വായിക്കണമെങ്കിൽ ഒരു നോട്ട് പാഡിലോ ടൈപ്പ് ചെയ്ത് വെക്കാനായിട്ട് അല്ലെങ്കിൽ എഴുതി വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം അതാണ് നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പ്, ഐഡൻറ്റിഫൈ ദ കീ ടേംസ് അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ദ മേജർ തീംസ്. ഈ 3 സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത മെയിൻ സ്റ്റെപ്പിലേക്ക് പോകുന്നത്. മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പാരഫ്രൈസിങ് തന്നെയാണ്. റൈറ്റ് യുവർ പാരഫ്രൈസ്. അപ്പം പാരഫ്രൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല സ്കിൽ ലെവലിലുള്ള ആളുകളാണ് നമ്മളെല്ലാവരും. അപ്പോൾ പല രീതിയിൽ നമുക്ക് ചെയ്യാനുണ്ട്. ചിലവർക്ക് ഒറ്റ തവണ തന്നെ പാരഫ്രൈസ് ചെയ്ത് തീർക്കാൻ പറ്റും. നമ്മുടെ എന്തുമാത്രം എക്സ്പീരിയൻസ് ഉണ്ട്, എന്തുമാത്രം നമുക്ക് ചെയ്ത് പരിചയം ഉണ്ടെന്നൊക്കെ ഉള്ള ഇതനുസരിച്ച് ഇത് വ്യത്യാസം വരും. ആദ്യമൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാനൊരു വായിച്ചു കഴിഞ്ഞ് ഞാൻ ഐ എം റെഡി എന്ന് തോന്നുന്ന സമയത്ത് ഞാനൊരു പാരഫ്രൈസ് ചെയ്ത് എഴുതും. അതിനുശേഷം ഐ ജസ്റ്റ് വെയിറ്റ്, കുറച്ച് നേരം ഒന്ന് പുറത്തു പോയി തിരിച്ചു വന്നതിന് ശേഷം വീണ്ടും അതൊന്നുകൂടി വായിച്ചു നോക്കിയിട്ട് അതൊന്നുകൂടി മാറ്റം വരുത്താണ്ടെങ്കിൽ മാറ്റം വരുത്തും. ഒരു കാര്യം ശ്രദ്ധിക്കുക, എപ്പോഴും നമ്മൾ ഒറിജിനൽ ഓഥർ എന്താണോ പറഞ്ഞ് ആ ആളുടെ മെയിൻ ഐഡിയ നിന്ന് മാറിപ്പോകാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വാക്കിൽ കൂടുതൽ ഒറിജിനൽ ടെക്സ്റ്റിൽ നിന്നും ഒരിക്കലും കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുക. 3 വാക്കിൽ കൂടുതലുണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും ഒരു മാറ്റം വരുത്തി വേറെ ഭാഷയിലോ വേറെ രീതിയിലോ എഴുതാനായിട്ട് ശ്രമിക്കുക. അത് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. 3 വാക്കിൽ കൂടുതലുള്ള സംഭവം അങ്ങനെ തന്നെ എടുത്തു കഴിഞ്ഞാൽ അത് പ്ലേജറിസം ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ 4 സ്റ്റെപ്പുകളാണ് ഇതേവരെ ചർച്ച ചെയ്തത്. ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ ഗോൾ സെറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ റീഡ് ചെയ്യാൻ തുടങ്ങി. റീഡ് ചെയ്തതിനു ശേഷം അതിൽ നിന്ന് നമുക്ക് കിട്ടിയ മേജർ തീംസ് ഐഡന്റിഫൈ ചെയ്തു. തീംസ് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്ത് അതിൽ നിന്ന് നമ്മൾ ഇത്രയും നേരം ചെയ്ത സ്റ്റെപ്പുകളിൽ നിന്ന് നമ്മൾ എടുത്ത ഐഡിയാസ് ഉപയോഗിച്ച് നമ്മൾ പാരഫ്രൈസ് ചെയ്യാൻ തുടങ്ങി. അവസാനം പാരഫ്രൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അടുത്ത പ്രധാനപ്പെട്ട സ്റ്റെപ്പ്, ഞാൻ നേരത്തെ തുടങ്ങിയപ്പോൾ പറഞ്ഞു, പ്ലേജറിസം ഒഴിവാക്കാനായിട്ട് നമുക്ക് 2 കാര്യങ്ങൾ ചെയ്യേണ്ടത്, പാരഫ്രൈസ് ചെയ്യണം, അതേപോലെ തന്നെ സൈറ്റ് ചെയ്യണം. അപ്പോൾ പാരഫ്രൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ജോലി കഴിഞ്ഞു എന്ന് ഒരിക്കലും വിചാരിക്കരുത്. നമ്മൾ ഏത് ഓഥറിൻ്റെ ആണോ എടുത്തത് ആ ഓഥർക്ക് വേണ്ട സൈറ്റേഷൻ കൊടുക്കാൻ വേണ്ടി മറക്കരുത്. അത് ഇൻടെക്സ്റ്റ് സൈറ്റേഷനും കൊടുക്കണം, അതേപോലെ തന്നെ റെഫറൻസ് ലിസ്റ്റിലും ഫുള്ളായിട്ടുള്ള റെഫറൻസ് കൊടുക്കുകയും വേണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇത് കംപ്ലീറ്റ് പാരഫ്രൈസിങ് കഴിഞ്ഞു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പം നിങ്ങൾ വിചാരിക്കണം നിങ്ങൾക്ക് കുറച്ച് സ്റ്റെപ്പുകൾ കിട്ടി, പക്ഷെ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല ഐഡിയ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ വെയിറ്റ് ചെയ്യുക. കുറച്ച് കഴിയുമ്പോൾ ഞാൻ എങ്ങനെ പാരഫ്രൈസ് ചെയ്യണമെന്നുള്ള ഒരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ട്. ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ വീഡിയോൻ്റെ ഈ ഭാഗത്തായിട്ട് ഞാനൊരു ലിങ്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അത് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ വീഡിയോൻ്റെ ലിങ്ക് കൊടുക്കാം. നിങ്ങൾക്ക് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ആ പുതിയ വീഡിയോയിൽ കണ്ടു കഴിയുമ്പോൾ പാരഫ്രൈസിങ് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നല്ലൊരു ഐഡിയ കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.